നമസ്കാരം. ഇറാനെതിരെ ശക്തമായ നീക്കത്തിന് താനും US സൈന്യവും തയ്യാറെടുക്കുന്നുവെന്ന് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഇതൊരു യുദ്ധത്തിന്റെ മുറവിളിയായി തന്നെ കാണേണ്ടി വരും. ഇറാനിലെ ഭരണവിരുദ്ധ പ്രക്ഷോഭത്തിൽ മരണം 500 പിന്നിട്ടതോടെയാണ് ശക്തമായ താക്കീതുമായി ട്രംപ് തന്നെ രംഗത്തെത്തിയത്. ഇറാനിലെ സൈനിക നടപടി ചർച്ച ചെയ്യാൻ ഉന്നത ഉദ്യോഗസ്ഥരുമായി ട്രംപ് ഉടൻ കൂടിക്കാഴ്ച നടത്തുമെന്നാണ് വിവരം. അതിനിടെ ഇറാനിൽ ഇന്റർനെറ്റ് പുനഃസ്ഥാപിക്കുന്നതിന് ശതകോടീശ്വരൻ ഇലോൺ മസ്കിന്റെ സഹായം തേടുമെന്നും ട്രംപ് വ്യക്തമാക്കി കഴിഞ്ഞു. പ്രക്ഷോഭങ്ങൾക്കിടെ ഇറാൻ സർക്കാർ ഇന്റർനെറ്റ് സേവനങ്ങൾ വിച്ഛേദിച്ചിരുന്നു. അതേസമയം ഇറാനിയൻ സുരക്ഷാ സേന ജനങ്ങൾക്കൊപ്പം നിൽക്കണമെന്ന ആഹ്വാനവുമായി റസ പഹ്ലവിയും രംഗത്തെത്തി കഴിഞ്ഞു. സുരക്ഷാ സേനയ്ക്ക് പുറമെ സർക്കാർ ജീവനക്കാരും പ്രതിഷേധക്കാർക്കൊപ്പം അണിനിരക്കണമെന്നും അദ്ദേഹം അഭ്യർത്ഥിച്ചു. സുരക്ഷാ സേനകളിലെ അംഗങ്ങൾക്കും സർക്കാർ ജീവനക്കാർക്കും മുന്നിൽ ഒരു വഴിയുണ്ട്: ജനങ്ങൾക്കൊപ്പം അണിനിരക്കുക, അല്ലെങ്കിൽ കൊലപാതകികളുമായി കൂട്ടുകൂടുക എന്നാണ് റസ പഹ്ലവി സമൂഹ മാധ്യമത്തിൽ കുറിച്ചത്. അതേസമയം സൈനിക നടപടി ഉണ്ടായാൽ US സൈനികരെയും ഇസ്രയേലിനെയും ലക്ഷ്യം വെക്കുമെന്ന മുന്നറിയിപ്പുമായി ഇറാനും രംഗത്തെത്തിയിട്ടുണ്ട്. ഇറാൻ ആക്രമിക്കപ്പെട്ടാൽ USന്റെ എല്ലാ സൈനിക കേന്ദ്രങ്ങളും യുദ്ധക്കപ്പലുകളുമായിരിക്കും ആദ്യം ആക്രമിക്കുകയെന്നും ഇറാൻ പാർലമെന്റ് സ്പീക്കർ മുഹമ്മദ് ബാഗർ ഖാലിബാഗ് വ്യക്തമാക്കി. ഇറാൻ ഭരണകൂടത്തിനെതിരായ പ്രക്ഷോഭം 3-ാം ആഴ്ചയിലേക്ക് കടന്നതോടെ രാജ്യത്തുടനീളം 10,600-ലധികം ആളുകളാണ് അറസ്റ്റിലായതെന്ന് US ആസ്ഥാനമായുള്ള ഹ്യൂമൻ റൈറ്റ്സ് ആക്ടിവിസ്റ്റ് ന്യൂസ് ഏജൻസി പുറത്തറിയിച്ചിട്ടുണ്ട്. മൊത്തത്തിൽ എവിടെയും യുദ്ധത്തിനും മനുഷ്യന്റെ രക്തത്തിനും വേണ്ടിയുള്ള മുറവിളി ഉയരുകയാണ് എന്ന് പറയേണ്ടി വരും. ഇറാനിൽ ഉയരുന്ന ജനകീയ പ്രക്ഷോഭങ്ങളെ മറയാക്കി അമേരിക്ക വീണ്ടും യുദ്ധത്തിന്റെ നിഴൽ ലോകത്തിനുമേൽ വീഴ്ത്തുകയാണ്. ഇറാനിനെതിരെ വലിയ നടപടികൾക്ക് അമേരിക്ക തയ്യാറെടുക്കുന്നു എന്ന ഡൊണാൾഡ് ട്രംപിന്റെ പ്രസ്താവന ഒരു രാജ്യത്തെ മാത്രമല്ല മുഴുവൻ മനുഷ്യരാശിയെയും ഭീഷണിപ്പെടുത്തുന്ന തീയാണ്. അതിനുത്തരമായി ആക്രമണം ഉണ്ടായാൽ അമേരിക്കയെയും ഇസ്രയേലിനെയും ലക്ഷ്യമാക്കുമെന്ന ഇറാന്റെ മുന്നറിയിപ്പ് ലോകം വീണ്ടും ഒരു ആഗോള യുദ്ധത്തിന്റെ വാതിലിനരികിലെത്തിയെന്ന് വ്യക്തമാക്കുന്നു. ഇത് കേവലം രാഷ്ട്രീയ പ്രസ്താവനകളുടെ പോരാട്ടമല്ല, മനുഷ്യജീവിതത്തിന്റെ നിലനിൽപ്പിനെ തന്നെ ചോദ്യം ചെയ്യുന്ന അപകടകരമായ വഴിത്തിരിവാണ്. ഇറാനിലെ പ്രതിഷേധങ്ങൾ ആഭ്യന്തര പ്രശ്നങ്ങളാണ്. ഓരോ രാജ്യത്തിനും സ്വന്തം സാമൂഹിക രാഷ്ട്രീയ സംഘർഷങ്ങളുണ്ട്. എന്നാൽ അവയെ മനുഷ്യാവകാശത്തിന്റെ പേരിൽ ആയുധവൽക്കരിച്ച് ഉപയോഗിക്കുക എന്നതാണ് അമേരിക്കൻ വിദേശ നയത്തിന്റെ പഴയതും പുതിയതുമായ ശീലം. ഇറാഖ്, ലിബിയ, അഫ്ഗാനിസ്ഥാൻ, സിറിയ എന്നിവിടങ്ങളിലെല്ലാം ജനാധിപത്യം, സമാധാനം എന്ന മുദ്രാവാക്യവുമായി അമേരിക്ക ഇടപെട്ടോ അവിടെയെല്ലാം അവശേഷിച്ചത് നാശവും അസ്ഥിരതയും ലക്ഷക്കണക്കിന് നിരപരാധികളുടെ മരണവുമാണ്. ട്രംപിന്റെ ഇറാൻ ഭീഷണി ഇതേ പാതയിലേക്കുള്ള മറ്റൊരു അപകടകരമായ ചുവടാണ്. ട്രംപിന്റെ രാഷ്ട്രീയം എന്നും സംഘർഷത്തെ ആധാരമാക്കിയതാണ്. ആഭ്യന്തര രാഷ്ട്രീയ പരാജയങ്ങൾ മറയ്ക്കാൻ വിദേശ ശത്രുക്കളെ സൃഷ്ടിക്കുക, ലോക പോലീസ് എന്ന നിലയിൽ ഭീഷണിപ്പെടുത്തുക, സാമ്പത്തിക ഉപരോധവും സൈനിക സമ്മർദ്ദവും ആയുധമാക്കുക, ഇതെല്ലാം അദ്ദേഹത്തിന്റെ സ്ഥിരം തന്ത്രങ്ങളാണ്. ഇറാനെതിരെ യുദ്ധത്തിന് തയ്യാറെടുക്കുന്നു എന്ന പ്രഖ്യാപനം യഥാർത്ഥത്തിൽ ലോക സമാധാനത്തിനെതിരായ തുറന്ന വെല്ലുവിളി കൂടിയാണ്. കാരണം ഇറാൻ ഒരു ഒറ്റപ്പെട്ട രാജ്യമല്ല, മിഡിൽ ഈസ്റ്റിലെ ശക്തി സമവാക്യങ്ങളുടെ കേന്ദ്ര ബിന്ദുവാണ്. ഇറാനെ ആക്രമിച്ചാൽ അതൊരു പരിമിത യുദ്ധമായി നിലനിൽക്കില്ല. ഇസ്രായേൽ ഉടൻ രംഗത്തിറങ്ങും. ഹിസ്ബുല്ല, ഹൂത്തി, മറ്റ് പ്രാദേശിക സഖ്യങ്ങൾ എന്നിവ ഇടപെടും. ഗൾഫ് മേഖലയിൽ എണ്ണ ഗതാഗതം തടസ്സപ്പെടും. ഹോർമൂസ് കടലിടുക്ക് അടഞ്ഞാൽ ലോക സമ്പദ് വ്യവസ്ഥ തന്നെ കുലുങ്ങും. എണ്ണവില കുതിച്ചുയരും. ഭക്ഷ്യവസ്തുക്കളുടെ വില ഉയരും. ദരിദ്ര രാജ്യങ്ങൾ കടുത്ത പ്രതിസന്ധിയിലാകും. ഇത് മിഡിൽ ഈസ്റ്റിൽ മാത്രം സംഭവിക്കുന്ന പ്രശ്നമല്ല. യൂറോപ്പ്, ഏഷ്യ, ആഫ്രിക്ക എല്ലാ ഭൂഖണ്ഡങ്ങളെയും ബാധിക്കുന്ന ആഗോള തകർച്ചയിലേക്കാണ് വഴി തുറക്കുന്നത്. ഇറാൻ നൽകിയ മുന്നറിയിപ്പ് വെറും ഭീഷണി വാക്കുകളല്ല. അമേരിക്കൻ താവളങ്ങൾ മിഡിൽ ഈസ്റ്റിൽ വ്യാപകമായി നിലനിൽക്കുന്നുണ്ട്. ഇസ്രയേലിന്റെ സുരക്ഷാ ഘടന തന്നെ ആക്രമണ സാധ്യതകളാൽ ചുറ്റപ്പെട്ടതാണ്. ഒരു ചെറിയ തെറ്റായ കണക്കുകൂട്ടൽ പോലും വൻ സൈനിക ഏറ്റുമുട്ടലിലേക്കും പിന്നീട് നിയന്ത്രണം വിട്ട യുദ്ധത്തിലേക്കും നയിക്കും. ആണവായുധങ്ങളുടെ നിലനിൽക്കുന്ന ലോകത്ത് ട്രംപിനെ പോലെയുള്ള അഹങ്കാരപരമായ രാഷ്ട്രീയ നേതാക്കൾ കൈവയ്ക്കുന്ന തീരുമാനങ്ങൾ മനുഷ്യരാശിക്ക് തന്നെ ഭീഷണിയാകും. ലോകത്തിന് യുദ്ധം ആവശ്യമില്ല, സമാധാനമാണ് ആവശ്യം. ഇറാനിലെ പ്രശ്നങ്ങൾ പരിഹരിക്കേണ്ടത് ഇറാനിയൻ ജനതയുടെയും അവരുടെ രാഷ്ട്രീയ പ്രക്രിയകളുടെയും വഴിയിലൂടെയാണ്. പുറം ശക്തികളുടെ ബോംബുകളും മിസൈലുകളും ഒരിക്കലും ജനാധിപത്യവും സമാധാനവും സൃഷ്ടിച്ചിട്ടില്ല. മറിച്ച് അവ ജനതയെ കൂടുതൽ ദാരിദ്ര്യത്തിലേക്കും കടുത്ത ദേശീയതയിലേക്കും അനിശ്ചിതത്വത്തിലേക്കും തള്ളിവിടുകയാണ് ചെയ്യുന്നത്. യുദ്ധമുണ്ടാകുമ്പോൾ അതിന്റെ വില കൊടുക്കുന്നത് ട്രംപോ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ കൂട്ടാളികളോ ഇറാനോ ഒന്നുമല്ല. അത് കൊടുക്കുന്നത് സാധാരണ മനുഷ്യരാണ്. അഭയാർത്ഥികളുടെ ഒഴുക്ക്, മനുഷ്യാവകാശ ലംഘനങ്ങൾ, സാമ്പത്തിക തകർച്ച, ഇതെല്ലാം വീണ്ടും ആവർത്തിക്കും. ലോകം ഇതിനകം കാലാവസ്ഥാ പ്രതിസന്ധിയും സാമ്പത്തിക അസമത്വവും മഹാമാരികളുടെ ഭീഷണിയും നേരിടുമ്പോൾ പുതിയൊരു യുദ്ധം മനുഷ്യരാശിയെ തന്നെ തകർക്കുമെന്ന കാര്യം ഉറപ്പാണ്.